ആ കയ്യിൽ വന്ന് നല്ല ഇണങ്ങി നിൽക്കുന്നു കേട്ടോ. ഇതൊക്കെ 8,000 മേടിച്ചാലും നഷ്ടമില്ല, നല്ല അനുസരണയുണ്ട്. പട്ടി ബിസിനസ് നല്ല ബിസിനസ്സാണ്. പട്ടിന്ന് ഇരട്ട പേര് വരുമെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ നിൽക്കുന്നത് ചെന്നൈയിലാണ് നിൽക്കുന്നത്. ചെന്നൈയിലെ ബ്രോഡ്വേ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റുണ്ട്, അവിടെയാണ് നിൽക്കുന്നത്. അവിടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ 6 മണി മുതൽ ഞായറാഴ്ച മാർക്കറ്റുണ്ട്, സൺഡേ മാർക്കറ്റ്. കോഴിച്ചന്ത എന്നാണ് ഈ സ്ഥലത്തിനെ പറയുന്നത്. ഈ മാർക്കറ്റ് നിൽക്കുന്ന ഈ സ്ഥലത്തിനെ പറയുന്നത് കോഴിച്ചന്ത എന്നാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ബസ്സുകൾ ബ്രോഡ്വേ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രോഡ്വേ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ബ്രോഡ്വേ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ഷെയർ ഓട്ടോ ഉണ്ട്. ഷെയർ ഓട്ടോയിൽ 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്രോഡ്വേ കോഴിച്ചന്തയിൽ വരാൻ പറ്റും. അപ്പോഴിപ്പം സമയം രാവിലെ 7 മണിയായിട്ടുണ്ട്. ഇവിടെ കുറച്ചധികം പെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. കോഴിച്ചന്ത എന്ന് പറയുന്നെങ്കിലും പട്ടി, പൂച്ച, പിന്നെ കിളികൾ, അങ്ങനത്തെ സംഗതികളൊക്കെയാണ്. എന്തായാലും നമുക്ക് നടന്ന് നോക്കാം. വേറൊരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, ഇതാ കണ്ടില്ലേ മണ്ണടി മെട്രോ. അപ്പോഴിതിനടുത്തായിട്ട് മെട്രോ സ്റ്റേഷനും ഉണ്ട്. അപ്പോഴിങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ മെട്രോയും അവൈലബിൾ ആണ്. 200, 2000 രൂപയാണ് വില. കൊള്ളാമല്ലേ? എനിക്ക് ഈ കിളികളുടെ റേറ്റൊന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് 200 ആണോ എന്ന് ചോദിച്ചത്. ഞാൻ വീട്ടിൽ വളർത്തിയിട്ടുള്ള ഒരേ ഒരു ജീവിയേ ഉള്ളൂ, അത് ആട്. ഇതെവിടെയായിട്ട് നോക്കേ, പട്ടിക്കുട്ടി. ഇത് വേറെ യൂട്യൂബ് ചാനൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബ്രോ ഇത് എത്ര എവ്വളോ? 3 സിംഗിൾ. ഓ, സിംഗിൾ 11,000. 3 11,000 എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോഴേ കച്ചവടക്കാരന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. എനിക്കിതിൻ്റെ റേറ്റൊന്നും വലിയ പിടുത്തമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. എന്തായാലും ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സിജു എന്നാണ് ഈ ഇനത്തിൻ്റെ പേര്. അങ്ങനെ ഞാൻ ഓരോന്നും ചോദിച്ച് പറയാം. ഇതാ നോക്കേ, നല്ല പൂവൻ കോഴി. വില എവ്വളോ? വാങ്ങിയതാ? ഓക്കെ. ഇത് എവ്വളോ ആച്ച്? 700 രൂപയ്ക്ക് ഇദ്ദേഹം വാങ്ങിയതാണ് ഇതിനെ. ഈ കരയുന്നല്ലോ. ഇതെവിടെ നോക്കേ, ഇത് വീട്ടിൽ വളർത്തിയ പട്ടിയാന്ന് തോന്നല്ലോ. നോക്കുന്നു, ചാടി കുരയ്ക്കുന്ന കണക്ക് നിൽക്കുന്നത്. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ചിലർക്ക് വീട്ടിൽ ചിലപ്പം സൗകര്യം കാണത്തില്ല വളർത്താൻ വേണ്ടിയിട്ട്, ചില സാഹചര്യം വരുമ്പോഴേ, അതുകൊണ്ട് ചിലപ്പം ഫ്രീ ആയിട്ട് കൊടുക്കും. വീട്ടിൻ്റെ അടുത്തങ്ങണമായിരുന്നെങ്കിൽ മേടിച്ചിട്ട് പോകായിരുന്നു ഫ്രീ ആയിട്ട്. പോമറേനിയനാണെന്ന് തോന്നുന്നേനം. പോമറേനിയൻ തന്നെ ആയനം. 1 വർഷമായുള്ളൂ, 1 വയസ്സേ ഉള്ളു. പേരെന്താ എൻ്റെ പേര്? ജാനു എന്നാ പേര്. ജാനു. ഇതാ ഒരു സ്ലിം പട്ടി, ചിപ്പിപ്പാറ എന്ന് പറഞ്ഞ ഇനമാണിത്. എത്ര റേറ്റ്? 6,000. 6,000 രൂപയാണ് ഇതിൻ്റെ വില. ഇത് എത്ര വയസ്സായി? 4 മാസം ആയതേ ഉള്ളു. ചിപ്പിപ്പാറയുടെ മുഖം കണ്ടില്ലേ, വാഴക്കൂമ്പ് പോലെ ഇരിക്കുന്നത്. ഒരുത്തൻ കുരയ്ക്കുവാണല്ലോ. ലാബ്. ഓ, ലാബ് എന്നാണ് ഈ ഇനത്തിൻ്റെ പേര്. ഇത് എവ്വളോ മാസം? ഓ, 70 ദിവസം. ഇത് എവ്വളോ റേറ്റ്? 8K. 8,000 രൂപയാണ് വില. കൊള്ളാം. ഒന്നും പറഞ്ഞില്ല. ഇത് പേർഷ്യൻ ക്യാറ്റ്. ഇത് എവ്വളോ മാസം? 45 ഡേയ്സ് അല്ലേ? നമ്മുടെ നാടൻ പൂച്ചയുടെ ടൈപ്പ് കളർ, പക്ഷേ പേർഷ്യൻ ക്യാറ്റ്. എത്ര റേറ്റ് വരും? എവ്വളോ റേറ്റ്? 5,000. ഇതാ 2 വെള്ള പട്ടിക്കുട്ടികൾ. എന്താ ഇനത്തേക്ക് പേരെന്താ ബ്രോ? രാജപാളയം. രാജപാളയം പട്ടി ഇതാണ്. ഞാൻ രാജപാളയത്ത് പോയിട്ട് രാജപാളയം പട്ടിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോഴെന്തായാലും ആ ഒരു രാജപാളയം പട്ടിയെ കാണാൻ പറ്റി. ഇത് എവ്വളോ മാസം?
50 ഡേയ്സ് മെയിൽ, 70 ഡേയ്സ് ഫീമെയിൽ. ഇതാണ്ട് ഫീമെയിൽ അങ്ങോട്ട് തിരിഞ്ഞും പറഞ്ഞൊക്കെ ഇരിക്കുവാണ്. മെയിൽ അടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ട്. ഇത് റേറ്റ് എவ்வளோ വരും? മെയിൽ 8000, ഫീമെയിൽ 7000. എന്തായാലും രാജപാളയം നല്ല രസമുണ്ട് കാണാൻ. താണ്ട അതിനകത്ത് കൂട്ടിനകത്തും ഉണ്ട്. ഒരാൾ സുഖം ഉറക്കുക, എഴുന്നേറ്റില്ല. ഇതെവിടെയായിട്ട് നോക്കേ, വളർത്തു പൂച്ച, പേർഷ്യൻ ക്യാറ്റ്. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് അതിനെ കാണാൻ. ബീഗൻ, ബീഗൻ എന്നാണ് ഈ ഇനത്തിൻ്റെ പേര്. ഇത് എത്ര മാസം? 40 ഡേയ്സ്. 40 ഡേയ്സ്. എവ്വളോ റേറ്റ്? റേറ്റ് 10,000. 10,000 രൂപയാണ് വില. പട്ടി ബിസിനസ് നല്ല ബിസിനസ്സാണ്. പട്ടിയിൽ നിന്ന് ഇരട്ട പേര് വരുമെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. ഇതാ ഇവിടെ ഒരു കൊട്ടയ്ക്കകത്ത് നോക്കിയാൽ നിറച്ചും പട്ടിക്കുട്ടികൾ. നമ്മളിപ്പോൾ നേരത്തെ കണ്ട ബീഗനാണിത്. ഇത് എന്നത്തൊക്കെ പേരെന്നാ ഇത്? സിസു. സിസു എന്നാണ് ഈ ഇനത്തിൻ്റെ പേര്. ഇത് എത്ര മാസം? 40 ഡേയ്സ്. 40 ഡേയ്സ് ആണ്. റേറ്റ് എവ്വളോങ്ക? റേറ്റ് മെയിൽ 12, ഫീമെയിൽ 11. ഓ, മെയിൽ 12, ഫീമെയിൽ 11,000. ചിരിക്കുന്നു. എവിടെയായിട്ട് മുയൽ 800. 800 രൂപയാണ് മുയൽ. ദാ ലവ് ബേർഡ്സ്. ഇവിടെ പറക്കാൻ തുറന്നിരിക്കുന്നതൊക്കെ പറന്നു പോകുന്നതേ ഇല്ല. ബ്ലൂ, ഓ ബ്ലൂ യെല്ലോ, ഓ ബ്ലൂ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു ഇതിൻ്റെ. എന്തായാലും കൊള്ളാം. അത് പറന്നു പോകുന്നില്ല, അടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ട്. ഇങ്ങനെ അടങ്ങി ഒതുങ്ങി എല്ലാ കിളികളും വരുന്നായിരുന്നെങ്കിൽ ആരും കൂട്ടിയിട്ട് വളർത്തത്തില്ലായിരുന്നു. അതാകണ്ടില്ല, ഇതിനൊക്കെ ഭയങ്കര അഹങ്കാരം. അതാ പിടിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന. 8,000 ആണ് പെയറിൻ്റെ വില. ആ, ഇത് കയ്യിലോട്ടൊക്കെ വരുമല്ലേ? ബാ ബാ ബാ. വാ വാ വാ, ഒന്നും ചെയ്യത്തില്ല. ആ, കയ്യിൽ വന്ന് നല്ല ഇണങ്ങി നിൽക്കുന്നു കേട്ടോ. ഇതൊക്കെ 8,000 മേടിച്ചാലും നഷ്ടമില്ല. നല്ല അനുസരണയുണ്ട്. പറന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ 8,000 രൂപ കൊടുക്കേണ്ടി വരും. അവിടെ പോയിരുന്നു. ലവ് ബേർഡ്സ്. ലവ് ബേർഡ്സിന് 350 രൂപയാണ് പേരിന് വില. இந்த இனத்துக்கு பேர் என்ன ப்ரோ? കസാബ്. ലസാബ്സു എന്നാണ് ഇതിൻ്റെ പേര്, ഇനത്തിൻ്റെ പേര്. ഇത് എത്ര മാസമായി? 45 ഡേയ്സ്. റേറ്റ് എവ്വളോ? 5,000 ആണ് റേറ്റ്. ഇത് ഇല്ല, ഹൈറ്റ് വെക്കാത്ത ടൈപ്പ് പട്ടി. നീളം കൂടുതലായിരിക്കും. ഡാഷ് എന്നാണ് പേര്. ഡാഷ് ഇട്ടതുപോലെ വര നീളത്തിൽ കണ്ടില്ലേ? 35 ഡേയ്സ്. റേറ്റ് എവ്വളോ? 5K. ഈ ഉറങ്ങുന്നതിൻ്റെ പേരെന്താ? ലാബാണ്. നമ്മൾ നേരത്തെ ലാബിൻ്റെ റേറ്റ് പറഞ്ഞായിരുന്നല്ലോ. ഉറങ്ങുവാണ് രണ്ടുപേരും. ബ്രദർ, இந்த ഇനത്തേക്ക് പേരെന്താ? കാട്ടേൽ. കോക്ടെയിൽ എന്നായിരിക്കാം. എന്തായാലും ഇത് കൊള്ളാം. ഇത് എവ്വളോ ജോഡി? 2,000 റുപ്പീസ് ഒള്ളി. നല്ല രസമുണ്ട് അതിനെ കാണാൻ. ഇവിടെയായിട്ട് തത്തയ്ക്കും കിളിക്കും എല്ലാത്തിനും കൊടുക്കുന്ന തീറ്റയെല്ലാം ഉണ്ട്. കിളിക്ക് കൂട് കൂട്ടാനുള്ള റെഡിമെയ്ഡ് സംഗതിയെല്ലാം ഉണ്ട്. 10 രൂപയാണ് വില. കിളിയൊക്കെ വന്ന് വാങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കേ. ഇതാ അതിൻ്റെ പലതരം തീറ്റകളെല്ലാം ഉണ്ട്. 85 രൂപ, 75 രൂപ, 100 രൂപ. ഇതൊക്കെ വലിയ ആഫ്രിക്കൻ തത്ത. ഇല്ല, കളർഫുള്ളായിട്ടുള്ളൊരു തത്ത ഉണ്ടല്ലോ, മലേഷ്യൻ തത്ത എന്നാണ് തോന്നുന്നത് പറയുന്നത്. അതൊക്കെ കഴിക്കുന്ന ഇതാ. കാര്യം ഞാനൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അവിടെ ഇതുണ്ടായിരുന്നു. ഇതെന്നൊക്കെ ബ്രോ ഇത്? പർപ്പസ് അതൊക്കെ കാൽസ്യം ബേഡ്സിന് കൊടുക്കുന്നതൊക്കെ. ഇത് ഈ സംഭവം എന്താണെന്ന് വെച്ചാലേ, കിളികൾക്ക് കാൽസ്യത്തിന് വേണ്ടി കൊടുക്കാനുള്ള സംഗതിയാണ്. 10 രൂപയാണ് വില. ഇതാ കിളികൾക്ക് കൂട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുടം വരെ ഉണ്ട്. നോക്കേ, 50 രൂപയാണ് വില.
ഇതെവിടേക്കായിട്ട് കുറച്ചധികം ലവ് ബേർഡ്സ് ആണെന്നാണ് തോന്നുന്നത്. തത്തകൾ, കുട്ടി തത്തകൾ, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാൻ. ഇത് എവിടെ ബ്രോ പെയർ? 1200. 1200 രൂപയാണ് വില. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. ഇതെവിടെയായിട്ട് ബോക്സിനകത്ത് കുറച്ചധികം ലവ് ബേർഡ്സ്, മൊത്തം 10 എണ്ണം ഉണ്ട്. ഇത് എവിടെ ബ്രോ? എവിടെ ആണ് ഇത്? ഒരു പീസ് 100 രൂപയാണ് വില. ഇതെവിടെയായിട്ട് കുഞ്ഞു കിളികൾ. ഇത് നമ്മൾ നേരത്തെ കണ്ട കോക്ടെയിൽ കുട്ടിക്ക് പൈനാപ്പിൾ കണ്ണൂർ എന്നാണ് ഇതിൻ്റെ പേര്. പൈനാപ്പിൾ കണ്ണൂരോ? പൈനാപ്പിൾ കണ്ണൂർ എന്നങ്ങനെ ആയിരിക്കാം. ജോഡി പേർ വില ജോഡി 3000 ആണ് വില. ഇത് നോക്കിയാൽ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. ഇപ്പോൾ കുറച്ച് ഞാൻ പേരൊക്കെ പഠിച്ചു വരുന്നു. ഇതെവിടെയായിട്ട് വേറെ 2 കിളികൾ. இந்த ഇനത്തിക്ക് പേരെന്നമ്മ? സൺ കണ്ണൂർ എന്നാണ് ഇനത്തിൻ്റെ പേര്. ഇത് പേർ 11,000 റുപ്പീസാണ്. എന്തായാലും കൊള്ളാം. അത് പറന്നു പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുവാണ്. ഇതെവിടെയായിട്ട് അത്യാവശ്യം ചെറിയ കിളികളെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ടുള്ള കൂടെല്ലാം ഉണ്ട്. ഇത് 400, ഇത് 500, ഇത് 600, ഇത് 300. ഇതെവിടെയായിട്ടൊരു ഡാൾമേഷൻ എന്നാണ് ഈ ഇനത്തിൻ്റെ പേര്. 9,000 റുപ്പീസിന് പർച്ചേസ് ചെയ്ത ഡാൾമേഷനാണത്. അത് ചങ്ങലയിൽ നിന്ന് വിട്ടുപോയി. അതിൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ സംസാരിച്ചതാണ് അവർ തമ്മിൽ. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൻ്റെ പെറ്റ് മാർക്കറ്റൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അവൻ വന്ന് എല്ലാവരെയും മണപ്പിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അതിനെ കാണാൻ. ഇതെവിടെയായിട്ട് നോക്കിയ ഒരു കൂട്ടിനകത്ത് കുറച്ചധികം കിളികൾ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്, പറന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറക്കുന്നതിൻ്റെ സ്പീഡ് നോക്കേ, ടക്കയെന്നാണ് പോകുന്നത്. ഇനத்துக்கு பேர் என்ன? இனம் கோல்டன் ഫീച്ചേഴ്സ്. സ്റ്റാർട്ടിങ് 1800 റുപ്പീസാണ് വില. കൊള്ളാം. ഈ കിളി നല്ല രസമുണ്ട്, ഭയങ്കര ആക്റ്റീവ്. ഈ കിളിയുടെ ഇനത്തിൻ്റെ ആ ഒരു രീതി വെച്ചിട്ടായിരിക്കും നല്ല ആക്റ്റീവായിട്ടുള്ളവരെ പറന്നു നിൽക്കുന്നെന്ന് പറയത്തില്ലേ, അത്. ഇതെവിടെയായിട്ട് നോക്കേ, ഈ കിളി കൊള്ളാം. എല്ലാ കിളികളും കൊള്ളാം. ബ്രോ ഇത് ഇനத்துக்கு പേർ എന്നാ ബ്രോ? எல்லாமே ஃபின்ச்சஸ் தான் ப்ரோ. ஸ்டார்டிங் வந்து 300 ல இருந்து இருக்கு. இது பாருங்க, ஒயிட் ஃபின்ச்சஸ் சொல்வாங்க. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പേർ 300 ആണ്. ഇത് കംപ്ലീറ്റ് വെള്ള കളറാണ്. നമ്മുടെ ബ്രോയിലർ കോഴിയുടെ പോലത്തെ ഒരു വെള്ള കളറാണ്. ഇവിടെയായിട്ട് വേറെ 2 സൺ കണ്ണൂർ ഇരിപ്പുണ്ട്. ഇതെവിടെയായിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ കെട്ടിപ്പിടിച്ചിരിക്കുവോ നോക്കേ. തണുക്കുന്നതായിരിക്കും കേട്ടോ, രാവിലെ അല്ലേ, ചൂട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. കോഴിക്കുഞ്ഞുങ്ങളെ ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ. എവിടെയായിട്ട് നോക്കേ, ബ്ലൂ കളർ കിളി, വയലറ്റും ബ്ലൂവും കൊള്ളാം. ഈ ഒരു കളർ കൊള്ളാം. ബ്രോ ഇന്ന ഇനത്തിക്ക് പേരെന്നാ ബ്രോ? ഷോക്രാസ് എന്നാണ് ഇനത്തിൻ്റെ പേര്. 1200 രൂപയാണ് വില പെയർ. എന്തായാലും കൊള്ളാം, അതിൻ്റെ ഒരു കളറ്. പല കളറുണ്ട്, വേറെയും കളറുണ്ട്. ഇതോ കണ്ടില്ലേ, യെല്ലോ ഷെയ്ഡും ഉണ്ട്. എവിടെയായിട്ട് നോക്കി എല്ലാവരും യൂണിഫോമിൽ വന്നിരിക്കുന്നത്. സ്കൂളിൽ അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ബ്രോ കീഴെ ഇത് இந்த இனத்துக்கு பேர் என்ன? ஜாவா ஃபின்ச்சஸ். எவ்வளோ ரேட்டு?
1200 வரும் பேர். ഓ 1200 ആണ് ഇതിൻ്റെ വില. ഈ യൂണിഫോമിൻ്റെ വിലയാണ് 1200. ജാവ ഫിഞ്ചസ് 1000 கூட வரும். ഗ്രേ കളർ 1000. ഗ്രേ കളർ 1000, വൈറ്റ് കളർ 1200. ഓ ഗ്രേ കളറിന് റേറ്റ് കുറവാണ്, വൈറ്റിനാണ് 1200, ഗ്രേ കളറിന് 1000 രൂപ. ഇത് ഇവിടെ അടുത്ത യൂണിഫോം. இந்த യെല്ലോക്ക് യെല്ലോ, இந்த ഗ്രീൻ ഗ്രീൻ 2000 பேர். 2000. இந்த சேம் இனம் தானா? இந்த இனம் தானா இதுவும்? ஆஹா, இது வேற அது வேற. എന്നതൊക്കെ പേര്? ஸ்டார் பிஞ்சஸ். സാർ ഫിഞ്ചസ് എന്നാണ് ഇതിൻ്റെ പേര്. 2000 റുപ്പീസാണ് ഇതിൻ്റെ ജോഡിയുടെ വില. ഫിഞ്ചേഴ്സ്. ഇതിന് ഓരോ കളറ് വരുമ്പോഴത്തേക്കും അതിന് പേരിൻ്റെ കൂടെ ആ കളറും കൂടെ ചേരും. യെല്ലോ ഫിഞ്ചേഴ്സ്, ബ്ലൂ ഫിഞ്ചേഴ്സ്, അങ്ങനെയൊക്കെ ഓരോരോ പേരുകൾ ചേരും. ഇത് നോർമൽ ലവ് ബേർഡ്സ് 250. എവിടെയായിട്ട് നോക്കേ, റെയിൽവേ പ്രാവ്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്ന ടൈപ്പ് പ്രാവ്, മാടപ്രാവ്. റെയിൽവേ പ്ലാറ്റ്ഫോം നമ്പർ 1. പക്ഷേ അങ്ങനത്തെ അല്ല, ഇത് വേറെ ടൈപ്പാണ് സംഭവം. ഓ കർണാപുറ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് അങ്ങനെ സുത്തി കറങ്ങി അടിക്കും. ഓ ഇതിങ്ങനെ കറങ്ങിയൊക്കെ അടിക്കും. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പറക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ജെറ്റ് വിമാനം കറങ്ങുന്ന കണക്ക് ഇങ്ങനെ തിരിയും. അങ്ങനത്തെ പ്രാവാണ് ഇത്. ഇത് പേരെവളോ? 1100. കൊള്ളാം അല്ലേ? ഇതിൻ്റെ കരച്ചിരി ചിരിക്കുന്നത് പോലെ ഉണ്ട്. ടർക്കി കോഴി നിൽക്കുന്ന നോക്കെ. 3000 ആണ് ഒരെണ്ണത്തിൻ്റെ വില. ഇതെവിടെയായിട്ട് നോക്കെ, പലചരക്ക് കടയിൽ അരി വെച്ചിരിക്കുന്നത് പോലെയാണ്. കിളികളുടെ തീറ്റകളും കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത്. അതൊരു വ്യത്യസ്തമായിട്ടുണ്ടല്ലേ കാണാൻ. 100 രൂപയാണ് വില. ഇതെവിടെയായിട്ട് നോക്കെ, കളർ കോഴികൾ. നമ്മുടെ റോഡ് സൈഡിലൊക്കെ കച്ചവടം ചെയ്യുന്ന കണ്ടിട്ടില്ലേ, കളർ കോഴികൾ. ഒരെണ്ണം 10 രൂപയുള്ള വില. അത് കൊള്ളാം. ഇതിപ്പം സമയം രാവിലെ 8 മണി. 8 മണിക്ക് ബിരിയാണി നോക്കേ. കാലയിലെ 8 മണിക്ക് ബിരിയാണി, ബീഫ് ബിരിയാണിയാണ്. എவ்வளோ റേറ്റിങ്? 100 രൂപയാണ് വില. നോക്കേ, നല്ല അടിപൊളി ബിരിയാണി. രാവിലെ ഒന്നും കഴിച്ചില്ല, സത്യത്തിൽ കൊതി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ വളർത്തിയിട്ടുള്ള ജീവികളിൽ മീനും ഉണ്ട് കേട്ടോ. മീനിൻ്റെ സെക്ഷനാണ്. ഞാൻ വളർത്തിയത് സാരിയും കെപ്പിയും പിന്നെ ബ്ലാക്ക് മോളി, വൈറ്റ് മോളി, ഗോൾഡ് ഫിഷ്, അതിനെയൊക്കെയാണ്. ഇത് വേറെ എന്തൊക്കെയോ ഇനങ്ങളൊക്കെ ഉണ്ട്. ഇതെവിടെ ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷിനെ കാണാൻ എന്തായാലും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതേ ഒരു ഗ്രീൻ കളർ മീനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബ്രീഡ് ടെട്ര ഫാമിലിയിലെയാണ്. ഓ ഇതെവിടെയായിട്ട് കുറച്ച് പ്രാവുകൾ ഓപ്പൺ ആയിട്ടിരിപ്പുണ്ട്, പറന്നു പോവാതെ. ഇത്രയും ആൾക്കൂട്ടത്തിനിടയിലേ ഇങ്ങനെ ഇണങ്ങിയിരിക്കുന്നത് സമ്മതിക്കണം. കർണാപുറയാണിതും. മൾട്ടി അടിക്കുന്ന പുറാവിൻ്റെ പേര് പഠിച്ച് കർണാപുറ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗോഡൗൺ പ്രാവിനെ കണക്കുണ്ടല്ലേ, റെയിൽവേ സ്റ്റേഷൻ പ്രാവ്, ആ ഒരു ലുക്കുണ്ട്. മാടപ്രാവിൻ്റെ ഒരു ലുക്ക്. ആടുകൾ. இந்த ஆட்டுக்கு இனம் ബ്രീഡ് എന്ത് ബ്രീഡ്? നാട്ടാടാണ്. കറിക്കാ ഇല്ല വളർത്തുறதுக்கா? വളർത്തുறதுக்கு. ഇത് എവ്വളോ ഒന്നുക്ക് വില? ഓ 8000, 7000 അങ്ങനെ പല പല വിലയ്ക്കുണ്ട്. ഓ എല്ലാം പ്രഗ്നൻ്റ് ആണ്. 2 മാസം. 3 എണ്ണം. ഓ 3 എണ്ണം പ്രഗ്നൻ്റ് ആണ്. ഇതും ഇതും ഇതും. ഇതെവിടെയായിട്ട് നോക്കിയ താറാവുകൾ. ഒരു ജോഡി 400 രൂപയാണ് താറാവിൻ്റെ വില. ഒരു ജോഡി കോക്ടെയിൽ എന്ന് പറഞ്ഞ ഇനം കിളിയാണ്. 3500 റുപ്പീസാണ് വില. ഇതെവിടെയായിട്ട് മീനിൻ്റെ സെക്ഷനാണ്. ഫൈറ്റർ മീനാണിത്. ക്രൗൺ ടെയിൽ എന്നാണ് ഈ ഒരു ഫൈറ്റർ ഇനത്തിൻ്റെ പേര്. ഇതാണ് ക്രൗൺ ടെയിൽ.
ഇതൊക്കെ ഫുൾ മൂൺ എന്ന് പറഞ്ഞ ഇനമാണ് ഈ കാണുന്നത്. ഇത് ക്രൗൺ ടെയിൽ എவ்வளோ പേര്? 150 piece. ഓ, ഒരു പീസിന് 150. ഇതിന് 200. ഫുൾ മൂണിന് 200. ഇവിടെ ഒരു ചെറിയ ബോക്സിനകത്ത് ഈ ഇനത്തേക്ക് പേരെന്താ? ഫിഞ്ചേഴ്സ് 250. പെർ 250 ആണ് റേറ്റ്. ഇവിടെയൊക്കെ ആയിട്ട് നല്ല യെല്ലോ കളർ കിളികൾ. ₹1200 ഈ യെല്ലോ കിളി. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. ഈ നാടൻ കോഴികളെല്ലാം കൊട്ടയ്ക്കകത്താക്കി വെച്ചിരിക്കുവാണ്. ഇത് എങ്ങനെയാണ് വില? സേവൽ 450, അതായത് പൂവൻ കോഴി 450, മുട്ടക്കോഴിക്ക് 500 രൂപയാണ്. അത് ഒന്നിക്ക പേർക്ക? ഒരു കിലോ അല്ലേ? 1 കിലോ റേറ്റാണ്. ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഇവർക്കൊക്കെ ഇനി കുറച്ച് നേരം കൂടെ ആയുസുള്ളൂ. 2024 ജൂലൈ 14 തീയതി ബ്രോഡ്വേ മാർക്കറ്റിലെ ബ്രോയിലർ കോഴിയുടെ വില കിലോ 160 രൂപ. ഇത് ഇവിടെ ആയിട്ട് ഒരു കടോൽ കജൻ നായ കാണിച്ചു തരാം. സൈബീരിയൻ ഹസ്കി ആണെന്നാണ് തോന്നുന്നത്. ഇതാ കണ്ടില്ലേ, സൈബീരിയൻ ഹസ്കി. ഞാൻ ആ പേര് പറയാൻ കാര്യമേ, ഞാൻ മുമ്പൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഈ ഇനം. മോഹൻലാലിൻ്റെ ഉണ്ട് ഈ പട്ടി. നല്ല രസമുണ്ട് അതിനെ കാണാൻ. ഇത് എവ്വളോ? 20,000 രൂപയാണ് വില. 1 വയസ്സാകാൻ പോവുകയാണ്, ബർത്ത്ഡേ ആകാൻ പോവുകയാണ്. ഹൈബ്രിഡ് ഐസ് ആണെന്ന് പറയുന്നത്. രണ്ട് കണ്ണിനും 2 കളറാണ്. ഇതാ കണ്ടില്ലേ, ബ്ലൂ ഐസ്, അപ്പുറത്ത് റെഡ് ഐസ്. അങ്ങനെ ഞാൻ പെറ്റ് മാർക്കറ്റിലെല്ലാം കയറിയിട്ട് പുറത്തോട്ട് വന്നു. സത്യം പറയാമല്ലോ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെന്നൈ ആയിട്ട് കിടന്ന് കറങ്ങുവാണ്. സത്യത്തിൽ എനിക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് തോന്നിയത് ഈ ഒരു പെറ്റ് മാർക്കറ്റിൽ വന്നപ്പോഴാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. സാധാരണ നമ്മൾ ഇത്രയും ഞാനെവിടെയും കണ്ടിട്ടില്ല, ഇത്രയും കൂട്ടത്തോടെ ആൾക്കാർ കിളികളെയും പട്ടിയും പൂച്ചയൊക്കെ മേടിക്കാൻ വേണ്ടി വരുന്നത് ഞാനങ്ങനെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇതെന്തൊക്കെ പറഞ്ഞാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് എനിക്ക് സത്യത്തിൽ അങ്ങനെ വലിയ ധാരണയില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ആടിനെയൊക്കെ വളർത്തിയത് ഞാൻ വളർത്തിയതല്ല, വീട്ടിൽ ആടുണ്ടായിരുന്നു. അപ്പോൾ ആ പേരിൽ നമ്മളും അതിന് പ്ലാവലയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ ഒരു എക്സ്പീരിയൻസാണ് ഉള്ളത്. പിന്നെ മീൻ വളർത്തിയത് അതിപ്പോഴും ഉണ്ട്. വീട്ടിൽ ഗോൾഡ് ഫിഷ് അങ്ങനത്തെ മീനൊക്കെ ഉണ്ട്. അതിനൊക്കെ നാട്ടിൽ 100 രൂപ 150 രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ്. ഓ, ജസ്റ്റ് മിസ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതാ ഇതൊരു വണ്ടിയിൽ നിന്ന് തെറിച്ച് വന്നതാണ്. ഈ വാട്ടർ ക്യാനാണ് സംഭവം. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗോൾഡ് ഫിഷിൻ്റെയൊക്കെ റേറ്റ്, ആ ഒരു റേറ്റിനൊക്കെ ഞാൻ മേടിച്ച് വളർത്തിയിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് ഇവിടെ വന്നോളുക. ഇങ്ങനെ കൂട്ടത്തോടെ ഇതൊക്കെ കണ്ട് ഇതിനിടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചെന്നൈയിൽ വരുവാണെന്നുണ്ടെങ്കിൽ, അത് ഞായറാഴ്ച ദിവസം നിങ്ങൾ ഈ ചെന്നൈയിലുണ്ടെങ്കിൽ രാവിലത്തെ സമയം നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെറ്റ് മാർക്കറ്റിലോട്ട് വരണം. ഇവിടുത്തെ പെറ്റ് മാർക്കറ്റിൻ്റെ സമയം ഗൂഗിളിൽ കാണിക്കുന്നത് രാവിലെ 6 മണി മുതൽ രാവിലെ 10 മണി വരെയാണ് കാണിക്കുന്നത്. പക്ഷേ ഞാനിവിടെ ചോദിച്ചപ്പോഴത്തേക്ക് അറിഞ്ഞത് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 12-1 മണി വരെ കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോഴെങ്ങനെയായാലും നിങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് എത്തിയാൽ, ഞാൻ 7 മണിക്കാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും രാവിലെ 7 മണി മുതൽ ഇതായപ്പം ഒരു 9 മണി വരെ ഇവിടെ കിടന്ന് കറങ്ങി. അപ്പോൾ ഈ ഒരു സമയത്ത് ഉറപ്പായിട്ടും ഇവിടെ മാർക്കറ്റ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.